ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ കുളിച്ച് മാറ്റി ഒരുങ്ങിയിട്ട് നമ്മളൊരു ഫോട്ടോഷൂട്ടിന് പോവുകയാണ്. അപ്പം എമിനെ സ്കൂളിൽ പറഞ്ഞ് വെച്ച് ആ പരിപാടിക്ക് കഴിഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം നമ്മൾ ഐസ, ഞാൻ, അതുപോലെ തന്നെ മുഫിയും കൂടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു പേജ് ഉണ്ട്, അതിലേക്ക് ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ പോകുന്നത് കേട്ടോ. ഐസൽ എത്നിക് എന്നാണ് പേജിൻ്റെ പേര്. അപ്പം ഇൻസ്റ്റയിൽ എല്ലാവരും നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബേബി ഗേൾസിൻ്റെ ഒരു ഡ്രസ്സിൻ്റെ പേജും കൂടെ ഉണ്ട്, അതിൻ്റെ പേര് പെറ്റൽ ബൗ എന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ രണ്ട് പേജും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ പോകുന്ന റോഡൊക്കെ ഭയങ്കര മോശമായിട്ട്, ഒരു ഭാഗം ഭയങ്കര കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ പാസ് ചെയ്യുന്നവരൊക്കെ സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കുക. അതുപോലെ തന്നെ നമ്മൾ കാരണം മറ്റുള്ളവരുടെ ജീവന് അപകടത്തിലാവാതിരിക്കാനും അതുപോലെ നമ്മുടെ ജീവന് അപകടത്തിലാവാതിരിക്കാനും വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ഓരോ ജീവനും വിലപ്പെട്ടതാണെന്നുള്ളത് ഓർമ്മ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫോട്ടോഷൂട്ട് എടുക്കാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴിക്കോട് പൊക്കുന്നെന്ന് പറഞ്ഞ സ്ഥലത്തുള്ള മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതാ നമ്മൾ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറി പാടെ തന്നെ ലെഫ്റ്റും റൈറ്റും നല്ല വലിയ വയലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു പ്രത്യേക വൈബ്, ഒരു നല്ല അടിപൊളി പ്ലേസാണ് കേട്ടോ. കണ്ണിന് കാണാൻ തന്നെ ഒരു കുളിർമയേകുന്നൊരു സ്ഥലം എന്ന് പറയാം. ഞാൻ ഇങ്ങനെ അന്ന് കാക്കനോട് ഒരു സൈലൻറ്റ് ഏരിയ ആണ്. നമുക്ക് മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സായിട്ട് വന്നിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു പ്ലേസാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങോട്ട് വണ്ടി അലൗഡ് അല്ല, പക്ഷേ എനിക്ക് നടക്കാൻ അത്രയും പറ്റാത്തതുകൊണ്ട് നമ്മളവിടെ സെക്യൂരിറ്റി അടുത്ത് ചോദിച്ചപ്പം അവർ നമുക്ക് പെർമിഷൻ തന്നു. അപ്പോൾ അതാ നമ്മളിങ്ങോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഒരു 50 രൂപയാണ് പെർ ഹെഡിന് വരുന്നത് കേട്ടോ. അങ്ങനെ ഇരിക്കാൻ വേണ്ടി നല്ല സ്പോട്ടൊക്കെ നോക്കി സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഐസിനൊരു കടലമുട്ടായും കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം ആൾ അടങ്ങിയിരുന്നില്ലെങ്കിൽ നമ്മൾ ഒരു പരിപാടി നടക്കില്ല. ആളെ കൂടെ ഓട്ട മത്സരത്തിനേ നേരം ഉണ്ടാവുള്ളൂ. 4 എലിപ്പല്ലുകളുണ്ടെങ്കിലും ആൾക്ക് വേണ്ടതൊക്കെ കടിച്ച് പിടിച്ച് തിന്നു കേട്ടോ. അങ്ങനെ ഓളെ കൂടെ കുറച്ച് നേരം കളിച്ചിരുന്ന്. പിന്നെ അതാ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി സെറ്റായിരിക്കുകയാണ്. മിഠായി ടേസ്റ്റുണ്ടോ? ഇതെന്താ കടല മുട്ടായി പറ, കടല മുട്ടായി പറ, എല്ലാം ചോദിക്കും. അപ്പോൾ ഇതാ ഇവിടെ രണ്ടുപേരും നല്ല തിരക്കിലാണ് കേട്ടോ. ഫോട്ടോ എടുക്കുന്നതും ഷൂട്ട് എടുക്കുന്നതൊക്കെ തിരക്കിലാണ്. അപ്പം ഞാനത് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഫോട്ടോഷൂട്ട്. ഇത് എന്താ ഞങ്ങളത് പറയാം, ഇത് ഞാനത് എവിടെ വെച്ച് മറന്നാലും എൻ്റെ മോളതെടുത്ത് തരും. അതുകൊണ്ട് ഓള് മറക്കൂല, ഞാൻ മറന്നാലും. അങ്ങനെ എനിക്കിത് കൊണ്ടു തന്നിട്ട് ഒരു താത്തി, അമ്മ താത്തി താങ്ക് യു എക്സ്ക്യൂസ് മീ. ഇതപ്പോ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നല്ലോണം വിശക്കുന്നുണ്ട് കേട്ടോ. കാരണം രാവിലെ കയറിയല്ലോ. ഇപ്പം ഒരു ടൈം 3:30 ആയിട്ടുണ്ട്. അപ്പം നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പം എന്തെങ്കിലും ഒന്ന് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണം, അതാണ് പ്ലാനിങ്. അപ്പം നല്ല ഷവർമ കഴിച്ചാലോ എന്നുള്ളൊരു മൂഡിലാണ് രണ്ടുപേരും കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട്. 2 പ്ലേറ്റ് ഷവർമ ആട്ടോ ഓർഡർ ചെയ്ത്. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നതിൻ്റെ ഹാപ്പിനെസ് ആട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഷവർമ നല്ലോണം കരിഞ്ഞ് മണക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുടൽ കരിഞ്ഞ് മണക്കാൻ വിചാരിച്ചു, പക്ഷേ അതല്ല, ഷവർമ കരിഞ്ഞ് മണക്കാണ്. പക്ഷേ ഷവർമ എത്തിക്കഴിഞ്ഞപ്പം കുഴപ്പമൊന്നുമില്ല, കരിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ടേസ്റ്റിൽ അടിപൊളിയായിരുന്നു കേട്ടോ. കരിഞ്ഞതുകൊണ്ടാണ് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ്. അപ്പം അങ്ങനെ നമ്മൾ ഷവർമ ഒക്കെ കഴിച്ചു. ഐസാപ്പൂനും കൊടുത്തു. പിന്നെ എമി സ്കൂളിട്ട് വരുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ അവനെ സോപ്പിടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് അവർക്ക് കിൻഡർ ജോയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.